വന്ന നിങ്ങളേവരെയും ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ കഥാപ്രസംഗം ആരംഭിക്കുന്നു. അഭിവാദനങ്ങൾ. ഞാൻ ചെല്ലുമ്പം BA പാസ്സായതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് അറിയുന്നത് BAയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സിംഗപ്പൂരിൽ പോയി. കല്യാണം കഴിഞ്ഞ പുറകിന് സിംഗപ്പൂരിൽ പോയി. അവിടുന്ന് ഒരു 800 രൂപ കൊണ്ടുവന്നു. 800 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഭയങ്കര തുകയാണ്. അന്നത്തെ 800 അത് ആ സ്കൂളിൽ കൊടുത്തു. സ്കൂളിൽ കൊടുത്തിട്ട് അവിടെ ടീച്ചറായിട്ട് കയറി. അപ്പോൾ ഈ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ പറഞ്ഞയച്ചതിൻ്റെ വിഷമമൊക്കെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ശരിക്കും ഉണ്ട്. ബന്ധപ്പാടിൻ്റെ അകത്ത് പറഞ്ഞു വിടുകയും ചെയ്ത് ഇനി ജോലി കിട്ടിയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. എനിക്ക് അന്ന് ഒന്നും അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ വീട്ടിലുള്ള 3-4 ആങ്ങളമാരുടെ കൂടെ ജീവിച്ച് സ്നേഹം മാത്രം കിട്ടി ജീവിച്ച് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച ആളിന് ഇവിടെ വന്ന്, പക്ഷേ എന്നെ ഒന്നും അറിയിച്ചല്ല അദ്ദേഹം കാര്യങ്ങളൊക്കെ നേടിയത്. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം അവിടെ ഒരു കഥ അവതരിപ്പിച്ചു. അപ്പോൾ അന്ന് ഐഷയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ആകെ എനിക്ക് ഓർമ്മയുള്ളത് ആ പാവാടയുടെ പാട്ട് പാടുന്നത് മാത്രമുണ്ട് ഓർമ്മ. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും കുഞ്ഞു തൊങ്ങൽ തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും പുഞ്ചിരിയടരാത്ത മുഖവും തേനൂറുന്ന കൊഞ്ചലും മറക്കുമോ നിങ്ങളെന്നൈഷയെ. മഞ്ഞപ്പുള്ളികളുള്ള നീല ജാക്കറ്റും നീളക്കുഞ്ഞു തൊങ്ങൽ തുന്നിച്ചേർത്ത പാവാട ചുറ്റും കൈകളിൽ പൊട്ടിപ്പൊട്ടിച്ചിരിക്കും വളകളും. പിന്നെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് റാണി പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അദ്ദേഹത്തോടൊരു ആരാധന തുടങ്ങി. അപ്പോൾ അതിനകത്ത് ഈ തിരുനെല്ലൂരിൻ്റെ ആണെന്നല്ലേ റാണി. അതിനകത്ത് സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും കെട്ടി. അപ്പോൾ അത് ആ വരികളൊക്കെ മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ താലിയും മാലയും ചാർത്തി. ആ വരികളൊക്കെ പാടുമ്പോഴേ എനിക്ക് ഒരു വാസ്തവത്തിലൊരു ആരാധന തന്നെയായിരുന്നു. വാസ്തവത്തിൽ അത് കേട്ടോണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്നോട് പറയുകയായിരുന്നു. ഒന്നിനോടൊന്നു തൊടുന്ന കണക്കിനെ ചിന്നിക്കിടക്കുന്ന കുന്നിൻനിരകളും. അച്ഛൻ ജനിച്ചു വളർന്നത് ഗുഹാനന്ദപുരത്താണ്, അഷ്ടമുടിക്കായലിൻ്റെ തീരത്ത്. അഷ്ടമുടിക്കായൽ കലാകാരന്മാർക്കെന്നും ഒരു ഊർജ്ജ സ്രോതസ്സായിരുന്നു. അതിൻ്റെ തീരത്ത് സംസ്കൃത ഭാഷാന്തരീക്ഷത്തിൽ വളർന്ന യുവാവായിരുന്നു അച്ഛൻ. ആ കാലത്ത് അദ്ദേഹം നിർധനനായിരുന്നു. പക്ഷേ ആ നിർധനാവസ്ഥ അതിൽ നിന്ന് അതുണ്ടാക്കുന്ന ആ പിരിമുറുക്കത്തിൽ നിന്നൊക്കെ അയവ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ആ കാവ്യവാസനയും കലാവാസനയും അതിന് ചേരുന്ന വിധത്തിലുള്ള ഒരു നല്ല സൗഹൃദ അന്തരീക്ഷവും സുഹൃത്തുക്കളുമായിരുന്നു.